ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കണം എല്ലാവരും. കുറെ ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായി ഞാൻ 2-3-4 ദിവസത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തു വെക്കും കേട്ടോ. പക്ഷെ അപ്ലോഡ് ചെയ്യാൻ പറ്റാറേ ഇല്ല കേട്ടോ. കുഞ്ഞാറ്റതാ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് മീനാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും വെളുത്തുള്ളി കണ്ണി കണ്ടതൊക്കെ കണ്ണി കണ്ടതല്ല, ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സാമഗ്രികളൊക്കെ ഞാൻ നുറുക്കി എന്തായാലും വെച്ചിട്ടുണ്ട്. അപ്പം ഇനി മീനും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിനി അതിലേക്ക് മസാലകളൊക്കെ വേണ്ടത് പുരട്ടണം കേട്ടോ. മീൻ വറുക്കുന്നത് മാത്രമല്ല കേട്ടോ, കറി വെക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കറി വെക്കാനുണ്ടെങ്കിൽ നമുക്ക് അത് കറി വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മ പണിക്ക് പോകുന്നുണ്ട് കേട്ടോ, തോലുറപ്പ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു 10-15 മിനിറ്റൊക്കെ നടന്ന് വരേണ്ട ദൂരമൊക്കെ ഉണ്ട്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അമ്മ 10 മണിക്കും വരുന്നുണ്ട്, ഉച്ചയ്ക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 10 മണിക്കൊന്നും കൊണ്ടുപോകുന്നില്ല, ഉച്ചയ്ക്കും കൊണ്ടുപോകുന്നില്ല കേട്ടോ. അമ്മ വരുമ്പോഴത്തേന് നമുക്ക് എന്തായാലും എല്ലാം ആവും വേണം കേട്ടോ. അപ്പോൾ 10 മണിക്ക് വരുമ്പോഴത്തേനൊക്കെ എന്തെങ്കിലുമൊക്കെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതൊക്കെ ബാലൻസ് ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് കഴിച്ചിട്ട് പോകാറുണ്ട് അമ്മ. അങ്ങനെ ഉച്ചയ്ക്കുള്ളതാകുമ്പോൾ നമ്മൾ എന്തായാലും 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഭക്ഷണം ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പം ഇനി മീനൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി എടുക്കണം. അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പം ഇനി ചോറൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കണം. അപ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ആദ്യം ഒക്കെ റെഡിയാക്കി, പിന്നെ കുരുമുളകൊക്കെ പൊടിച്ചെടുത്തുട്ടോ നമ്മൾ. അപ്പോൾ മിക്സിയുടെ ജാറ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ചെറിയ ജാറ് പൊട്ടിയിരിക്കട്ടെ. അപ്പോൾ അത് നേരാക്കിയിട്ടൊന്നുമില്ല, അതങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇടിമുട്ടിയിൽ തന്നെ വേണം കേട്ടോ. ഒക്കെ ഇടിച്ച് ചതച്ചൊക്കെ എടുത്ത് നമുക്കൊക്കെ മസാലയൊക്കെ പുരട്ടണമെങ്കിൽ നല്ല പാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ച് കുഞ്ഞാറ്റയ്ക്ക് അതിനിടയ്ക്ക് ഒന്ന് ചായ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ അതും കഴിഞ്ഞ് വന്ന് ഇനി എന്തായാലും മീൻ പൊരിച്ചെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ 2-3 ട്രിപ്പായിട്ട് വേണം അത് പൊരിച്ചെടുക്കാനൊക്കെ കേട്ടോ. അതിനിടയ്ക്ക് കുഞ്ഞാറ്റ വന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും അന്വേഷിച്ചിട്ടും എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് സമയം പോണത് അറിയില്ല. ചിലപ്പോൾ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകെ പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ടൊന്നും വാശിയും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അസുഖമൊക്കെ ഒന്ന് ഭേദമായി വന്നു. കുഞ്ഞാറ്റയ്ക്ക് അസുഖമൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തതൊക്കെ അപ്ലോഡ് ചെയ്യാനും എടുക്കാൻ ബുദ്ധിമുട്ട് കാരണമൊക്കെ എല്ലാം അങ്ങനെ ഡിലേ ആയി പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് എന്തായാലും മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2ാം ട്രിപ്പ് ഇടണം. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് കേട്ടോ. ഞാൻ പാത്രം നിറച്ചിട്ടിട്ട് ഞാൻ വറുത്തെടുക്കാറില്ല കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, നമുക്ക് ഇങ്ങനത്തെ അടുപ്പായതുകൊണ്ടേ നമുക്ക് വെന്ത് കിട്ടില്ലല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, കുറേശ്ശെയാണ് കേട്ടോ ഇടാറ്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും തീ കത്തുന്നതിനനുസരിച്ച്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തെടുക്കാറ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ചോറൊക്കെ വാർത്ത് വെച്ചു ഞാൻ. അതിനിടയ്ക്ക് കറിവേപ്പില പറിക്കാൻ പോയി. എൻ്റെ പുറകെ വന്നു, ഒന്ന് വീണു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വന്നു ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും മീൻ ആദ്യം പൊരിച്ചു വെച്ചതുകൊണ്ട് ഒരു കാര്യമായി കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇനി കറിയൊക്കെ കൂട്ടിയിട്ടേ, അപ്പോൾ കറി പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ല കേട്ടോ. പുളിരസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഉണ്ണാന്നൊക്കെ വിചാരിച്ചിട്ടേ. മീൻ പൊരിച്ചതും ഉണ്ടല്ലോ. അപ്പോൾ അമ്മ ചോറ് വിളമ്പാണ്, അമ്മയ്ക്ക് പോവാറായി പറഞ്ഞിട്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പും കൂടി അങ്ങനെ നമ്മളിത് അടുപ്പത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പൊരിച്ച് എടുത്ത് നമ്മളിതാ കണ്ടോ, ഫസ്റ്റ് ട്രിപ്പും എടുത്ത് 2ാം ട്രിപ്പും എടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറൊക്കെ ആയി. അമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഉച്ച കഴിഞ്ഞത്തേക്ക് കുറച്ച് ചോറും കൂടി ഇടേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ കയ്യോടെ അത് ഇട്ടു കേട്ടോ. പിന്നെ വെള്ളമൊക്കെ അങ്ങനെ തിളപ്പിച്ച് വെച്ചു. ഇത് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ കുറേ ദിവസത്തെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ കാരണം കൊണ്ട് കുഞ്ഞാറ്റയ്ക്ക് ഞാൻ പറഞ്ഞില്ല 2-3-4-5 ദിവസം അടുപ്പിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. പിന്നെ പോക്കും വരവും, പിന്നെ അവൾക്ക് പനി കുറവില്ലാണ്ടേയും അങ്ങനെ നമ്മൾ കുറേ ദിവസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആൾക്ക് കുറേശ്ശൊക്കെ ഭേദമായി. അപ്പം അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം അങ്ങനെ ചോറൊക്കെ വെന്ത് വാർത്ത് വെച്ചു. അപ്പം അമ്മ പതിവ് പോലെ തന്നെ ഇന്നും അമ്മ പണി പൊക്കി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വരുമ്പോഴത്തേനും നമുക്ക് രാവിലെ അമ്മ 10 മണിക്കൊക്കെ വന്നു കഴിച്ചിട്ട് പോയി. ഇനി ഉച്ചയ്ക്കല്ലേ വരുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഉച്ചയാകുമ്പോഴത്തേനും നമ്മൾ വൈകിട്ടാട്ടോ. അപ്പോൾ റേഷനരിയും കാര്യങ്ങളായതുകൊണ്ട് മെല്ലെ അടുപ്പത്തിട്ടാൽ മതിയല്ലോ, പെട്ടെന്ന് പോകും. 10-15 മിനിറ്റും കൊണ്ടൊക്കെ ചോറാവും കേട്ടോ, വെള്ളം തിളച്ചിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇന്ന് മാങ്ങാപ്പുളി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ ഇന്നലെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ പൊരിച്ചതുണ്ടല്ലോ, അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. നോക്കിയ കോല കുട്ടിയത് എന്താ കാട്ടി വെച്ചിക്കണോക്ക്. കുഞ്ഞാറ്റ നോക്കാൻ വേണ്ടിട്ട് താണ്ടോ എന്റെ തല കൂടി പിടിച്ച് വലിച്ചിട്ടൊക്കെ അത് അവിടെ ഇരുന്നിട്ട് ഇപ്പൊ ഇത്ര നേരം അവിടെ കൊണ്ടേ ഇരുത്തിയിട്ടേ. അപ്പൊ ഞാൻ തൊടാനേ പോയിട്ടില്ല കേട്ടോ. നീ തൊട്ടാലേ നമ്മള് അടുപ്പത്തൊക്കെ നോക്കണല്ലേ പറഞ്ഞിട്ടേ. ഞാനിപ്പോ മാങ്ങാപ്പുളി വെക്കണേല് കുറച്ച് ഉപ്പൊക്കെ ഇട്ടു കേട്ടോ. ഉപ്പ് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടു കേട്ടോ.
അപ്പൊ ഇനി ഒരു പിഞ്ചട്ടുള്ളൂ. ഇനി കറിവേപ്പില പറിച്ചിട്ട് വരണം. മുടി തൊട്ടാലേ നമ്മളെ അടുപ്പിൻ്റെ കൂടെ നിക്കണല്ലേ പറഞ്ഞിട്ടേ. എന്താ കുട്ടിയെ അവളുടെ പണിയാ, കുഞ്ഞാറ്റയുടെ പണിയാണ് കേട്ടോ ഇത്. ഒന്നുമില്ല കുട്ടി. ഇന്നലെയൊക്കെ ഒരു പണി കിട്ടിട്ടോ. ഇന്നലെ ഞാന് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റേനെ കുറച്ചു നേരം കാണിച്ചു കേട്ടോ. അതിനാൽ എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് വന്നിട്ട് വീഡിയോ റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് പേടിയായി. അപ്പോ പിന്നെ ഞാൻ 2 ഷോർട്സ് ലൈവ് ഷോർട്ട് കട്ട് പോയായിരുന്നു, അതിന് അതും ഡിലീറ്റ് ആക്കി. പിന്നെ ലൈവ് പോയതും തന്നെ ലോങ് വീഡിയോ തന്നെ അത് അപ്ലോഡ് ആയിരുന്നു, അതും ഞാൻ ഡിലീറ്റ് ആക്കിട്ടോ. അതുകൊണ്ട് കുട്ടികളെ ഇപ്പൊ കാണിക്കുന്നത് ഭയങ്കര റിസ്ക് ആണ്. അപ്പോൾ ഞാൻ കൂടുതൽ അതാണ് കുഞ്ഞാറ്റേനെ കാണിക്കാത്തത്. പിന്നെ അവളാണെങ്കിൽ ഫോണ് കാണുമ്പോഴത്തേന് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കാന്ന് കണ്ടാൽ തന്നെ വീഡിയോ എടുക്കുകയാണ് ഫോൺ ഓണാക്കിയാൽ തന്നെ അവൾ പറയും, അവൾ ഓടി വരും വീഡിയോയുടെ മുമ്പിലേക്ക്. അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര പേടിയായി കേട്ടോ. നമ്മുടെ ചാനൽ അങ്ങനെ റിമൂവ് ആയി പോവോ എന്നൊക്കെ ടെൻഷനും കാര്യങ്ങളും. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ കുട്ടികളെയൊക്കെ വെച്ചിട്ടേക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ, മാക്സിമം അവളെ കൊണ്ടുവരാണ്ടേക്ക്. പക്ഷെ ഇന്നലെ എന്താ അറിയില്ല, അവള് വന്ന് അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു, അതിനാലെ പണിയായി. ഓഹോ എന്താണ് കറിവേപ്പില പറിച്ചിട്ട് വരച്ചേട്ടോ. അവള് മുമ്പിലുണ്ട് കേട്ടോ കുഞ്ഞാറ്റ. നല്ല വെയിലാട്ടോ, പിടുത്തം വിട്ട വെയിലാണ്. നമ്മുടെ അതുണ്ടോ നെറ്റിട്ടിക്കണ കണ്ടോ, അത് കോവയ്ക്ക കേട്ടോ. ഒരു പ്രാവശ്യം ഇപ്പോൾ നമ്മൾ കോവയ്ക്കൊക്കെ പറിച്ച് തോരൻ വെച്ചു. ഇപ്പോൾ 2ാമത്തെ ട്രിപ്പും അത് നല്ല പൂവിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കോവയ്ക്കൊക്കെ പറിക്കുമ്പോൾ ഇനി നമ്മൾ വീഡിയോ ചെയ്യാം കേട്ടോ. നല്ല വെയിൽ. കറിവേപ്പിലൊക്കെ നമ്മൾ വെട്ടിയിട്ട് ഇപ്പോൾ ഒക്കെ 2ാമത് തളുത്ത് വന്നതാണ് കേട്ടോ. കണ്ടോ കുറേ നിന്നൊക്കെ ഇണച്ച പൊട്ടിയിട്ടുണ്ട് കണ്ടോ, നല്ല തളുത്ത് വന്നിക്കണു. അത് പറിക്കണ്ട കുഞ്ഞാ, അതൊന്ന് പറിക്കുക. അതൊന്ന് ഒരൊറ്റ ഇല മതി. നടക്ക് കേട്ടോ. ഇതിന്ന് ഞാൻ ഒരെണ്ണം പറിച്ചു കേട്ടോ. ഒരൊറ്റ ഇതള് മതി, കുറച്ചല്ലേ വേണ്ടുള്ളൂ. നടക്ക് വെയിൽ. എന്താ വെയിൽ. നമ്മുടെ ചെണ്ടുമല്ലിപ്പൂവൊക്കെ കണ്ടോ മുട്ടിട്ടു. നടക്ക്. അമ്മയ്ക്ക് തൊഴിലുറപ്പുള്ളതുകൊണ്ടേ 2-3-4 ദിവസമായിട്ടാണ് തുടങ്ങിയിട്ട് തൊഴിലുറപ്പ്. ഇനി അമ്മ കുറച്ച് കഴിയുമ്പോഴത്തേന് വരും. വാ നിൽക്കാണ്ട് പോവുക കാട്ട്. ഒറ്റ ഇതളാട്ടോ ഞാൻ പറിച്ചുള്ളൂ. എന്താ പറയുക, കൂടുതലും ഉണ്ടെന്ന് വെച്ചിട്ട് എന്താ വെറുതെ ആവശ്യം, നമുക്ക് നമ്മുടെ അവിടെ തന്നെ ഉള്ളത് കൊണ്ടേ ഒരേതള് പറിച്ചു. ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ, മാങ്ങയല്ലേ പെട്ടെന്ന് വേവും. മേടിച്ചോ? എന്തിന്? അച്ഛനമ്മേനെ കാണാണ്ടേ? പിന്നെ അതിനെപ്പോഴതിന് അച്ഛനമ്മേനെ കാണാണ്ട് ഇരുന്നിട്ടുള്ളത്? ഉപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം മാങ്ങക്കറി. സൂപ്പറാ മാങ്ങക്കറി, സൂപ്പറാ. അറിയാം വെക്കാനും സുഖമാണ്. വേഗം 2 മാങ്ങയൊക്കെ കീറിയിട്ട് എൻ്റെ പച്ചമുളക് കീറിയിട്ട് ഒരു ഉള്ളിയും കീറിയിട്ട് ഞാൻ ശകലം പരിപ്പ് ഇട്ടു കേട്ടോ. അമ്മ ഇന്നലെ പറഞ്ഞതാട്ടോ, ഇത്തിരി പരിപ്പും മാങ്ങയും കൂടി ഇട്ടിട്ട് മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു 2 എണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ അത് പറിച്ചിട്ട് മുരിങ്ങക്കായും പരിപ്പും മാങ്ങയും കൂടി ഇട്ട് വെക്കാം. തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ വെക്കില്ലേ, അതുപോലെ മാങ്ങ ഇട്ട് വെക്കാന്ന് നോക്കുമ്പോൾ ചട്ടി നോക്ക് ചൂട് കാരണം തിളച്ചോണ്ടേയിരിക്കുക. അങ്ങനെ ചട്ടി ചൂടായിട്ടേ മൺചട്ടിയല്ലേ. അപ്പം അമ്മ ഇന്നലെ പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന് എന്തായാലും അത് വെക്കും. പിന്നെ ഇന്നലെ പൊരിച്ച മീനിൻ്റെ ഉണ്ട്, അപ്പം അതും ചൂടാക്കുകയും ചെയ്യുക. അതൊക്കെ കൂട്ടിയിട്ട് ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും കാരണത്തിൽ അങ്ങനെ ഓരോ ഇതായിരിക്കും. വൈകിട്ട് മണ്ണ് കടത്തലൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇവള് വാശി പിടിക്കും. അപ്പോഴത്തിന് ഉള്ളത് തിന്നു കുഞ്ഞാറ്റേ. അപ്പോൾ ഇവള് വാശി പിടിക്കും. അപ്പോഴത്തിന് ഇവളെ കുളിപ്പിക്കല്, ഇവളെ മേല് കുളിക്കണമെങ്കിൽ കുളിക്കുക, അല്ലെങ്കിൽ ഇവള് തല നനച്ചിട്ടാണെങ്കിൽ അങ്ങനെ. പിന്നെ അവൾക്ക് കഴിക്കാൻ കൊടുക്കണം, ഒക്കെ വലിയൊരു ടാസ്ക്കാണ്.
പിന്നെ അത് കഴിഞ്ഞ് ഇവൾക്ക് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ മരുന്ന് കൊടുക്കണം. നാളെ ഞങ്ങൾ തച്ചമ്പറപ്പൂരത്തിന് പോയപ്പോൾ മസാല മുറുക്ക് കൊണ്ടുവന്നതാട്ടോ. കണ്ടോ, മസാല മുറുക്ക്. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ, തക്കാളി സോസൊക്കെ ഇട്ടിട്ടുള്ള ഒരു മുറുക്ക്. അതാണ് മസാല മുറുക്ക് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഇടാനേ, പിന്നെ ഓൺ വോയിസ് ചെയ്യാൻ ഇവളാണ് ഏത് സമയം ടി വി ഇട്ടുകൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഡിലേ ആയിക്കൊണ്ടേയിരിക്കുക. എന്തായാലും ഞാൻ കടുക് താളിക്കട്ടെ കേട്ടോ. മീനും കൂടി ഒന്ന് ചൂടാക്കിയാലേ പണി കഴിഞ്ഞു. പിന്നെ ഇപ്പം ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പരിപാടികൾ. അപ്പം ഇനി കുറച്ച് അതും കൂടി കഴിഞ്ഞാൽ പണി ഒരുങ്ങുമല്ലോ. ആദ്യം വിചാരിച്ചോട്ടെ ഞാൻ ഉണക്കല മീനുണ്ടായിരുന്നു, അതുകൊണ്ട് അത് വെച്ചിട്ട് മാങ്ങ ഇട്ടിട്ട് വെക്കാന്ന്. ഒന്നും പറ്റിയില്ല കുട്ടി, അമ്മ അവിടെ പറയട്ടെ കേട്ടോ. അപ്പം ഞാനെന്ത് വിചാരിച്ചു, മാങ്ങ ഇതും കൂടി വെക്കാം. മീൻ പൊരിച്ചത് ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഉണക്കമീൻ കറി പച്ചമീൻ വറുത്തതും കൂടി ആകുമ്പോൾ അതൊരു കോമ്പിനേഷൻ ഇല്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അതിനിപ്പോൾ നാളെ വേണമെങ്കിൽ നമുക്ക്, ഇതിപ്പോൾ അമ്മയ്ക്ക് എവിടെ നിന്നോ കിട്ടിയതാട്ടോ. നമ്മുടെ മൂച്ചിയൊക്കെ ഇവിടത്തേക്ക് വെട്ടിയതുകൊണ്ട് നമുക്ക് മാങ്ങയൊന്നും കിട്ടാനില്ല. ഇതിപ്പോൾ അമ്മയ്ക്ക് പണിക്കോ ഇവിടുന്ന് എവിടുന്നോ ഒരെണ്ണം കിട്ടിയതാട്ടോ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും. എന്തായാലും ഇത് താളിക്കട്ടെ കേട്ടോ. എന്താന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും അവിടെ നിന്ന്. ഒന്നും പറ്റിയില്ല കുട്ടീന്ന്. ഓ ഒന്നുമില്ല കുട്ടീന്ന് പറയാ. ചില സമയത്ത് എന്ത് സാധനം തെരഞ്ഞാലും കിട്ടുകയില്ല. ഒക്കെ കണ്ണിന്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഒരു കുഞ്ഞാവേനെ എടുത്തിട്ട് വരുന്നുണ്ട്. അതാ എൻ്റെ കയ്യില് ഒരു പാവ കണ്ടില്ലേ, അതിനെ കുഞ്ഞാവ പറഞ്ഞത്. അവള് വിചാരിച്ച മേമ്മയുടെ കുഞ്ഞാവ എന്നാണ് കേട്ടോ, അല്ലേ? എനിക്ക് തോന്നി ഈ മേമ്മയുടെ കുഞ്ഞാവേനെ എനിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നമ്മുടെ മാങ്ങാപ്പുളിയായി. നമുക്ക് കുറച്ച് മതി, ഒരു തുള്ളി മതി. മീമി ചൂടാക്കണം. മീമി ചൂടാക്കണം. അവിടെ കളിക്കുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ നല്ല കാറ്റായിരുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞിട്ടല്ല. ഞാനും കുട്ടി നല്ല ഉറക്കം ഉറങ്ങുന്നത്. ഇന്നലെയൊന്നും അങ്ങനെ ആരും കഴിച്ചിട്ടില്ല കേട്ടോ മീന്. ഭയങ്കര പാട്ടും കച്ചേരിയൊക്കെ കാരണം കാട്ടുണോ അമ്മമ്മ വരട്ടെ. ഈ മീനൊക്കെ എന്തായാലും പൊരിക്കാൻ അടുപ്പത്ത് വെച്ച് പണി ഒരുങ്ങിയപ്പോൾ ഇന്നത്തെ പണി ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള പരിപാടി.
എന്താ അങ്ങനെ നായ പട്ടിയാണ് വാണ്ടനായല്ലേ പാവട്ടോ ഒരു ദിവസം ഇവിടെ വന്നിട്ട് അങ്ങനെ പോയതാണ് പിന്നെ വന്നിട്ട് ചത്തു തോന്നുന്നു അവിടെ നല്ല ബുദ്ധിയുള്ള ഒരു നായായിരുന്നു. അമ്മ ഉച്ചയ്ക്ക് പണി മാറ്റി വന്നപ്പോഴത്തേനൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാനും അമ്മയൊക്കെ ഇതാ ഭക്ഷണം കഴിക്കാന്ന് കുഞ്ഞാറ്റയ്ക്ക് തീറ്റി കൊടുത്തു. അപ്പോൾ കഴിക്കുന്നില്ല കേട്ടോ. അവൾ ഈ ഇടയ്ക്ക് ഒന്ന് കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ടാറ്റ ബൈ, സീ യു.